CPM നേതൃത്വത്തിന് സന്ദീപ് വാര്യർ ഇനി തള്ളിപ്പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ അടക്കമുള്ളവർ സന്ദീപ് വാര്യർ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാം എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. സന്ദീപ് വാര്യർ നല്ല നേതാവാണ് എന്ന് AK ബാലൻ പരസ്യമായി പറഞ്ഞതാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കി വന്നാൽ അത് ഇടത് നയവുമായി ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കും എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളടക്കം സന്ദീപ് വാര്യരെ പുകഴ്ത്തി സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ, ആ ചർച്ചകൾ അങ്ങനെ നടക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് സന്ദീപ് വാര്യരെ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി സന്ദീപ് വാര്യർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല, CPM-ന് കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് UDF CPM-നെ കൊണ്ട് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഈ നീക്കം കൊണ്ട് നമുക്ക് കാണാൻ